ഹാപ്പിനെസ് അറൗണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട് നമ്മുടെ ഓസ്ട്രേലിയയിലെ സാലറി എങ്ങനെയാണ്. അപ്പോൾ ഞാൻ കരുതി സാലറിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ സാലറിനെ എന്തൊക്കെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യവും പറയാമെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ 186 വിസ കൂടുതലും നമുക്ക് കിട്ടുന്നത് റീജിയണൽ ഏരിയയിലേക്കാണ്. അപ്പോൾ റീജിയണൽ ഏരിയയിലേക്ക് വരുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്കിവിടെ പല നഴ്സിംഗ് പൊസിഷൻസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടാണ്, പിന്നെ എൻറോൾ നേഴ്സസ് ഉണ്ട്, പിന്നെ രജിസ്റ്റേർഡ് നേഴ്സസ് ഓർ മിഡ് വൈഫ് ഉണ്ട്, പിന്നെ ഇതിനകത്ത് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് വരും, പിന്നെ ക്ലിനിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് വരും, പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് നേഴ്സ് യൂണിറ്റ് മാനേജർ അല്ലെങ്കിൽ ANM എന്ന് പറയും, പിന്നെ നേഴ്സ് യൂണിറ്റ് മാനേജർ. ഇങ്ങനെയാണ് ഹൈറാർക്കി പോകുന്നത്. അപ്പം ഇവർക്കെല്ലാം ഡിഫറെൻറ്റ് സാലറീസാണ് ഉള്ളത്. നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയില്ലേ. അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഡ് നേഴ്സായിട്ടാണ് നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആ വേജസിലേക്ക് പോകും. പക്ഷേ ഇവിടെ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഗ്രാഡ് നേഴ്സായിട്ടാണ് വരുന്നത്. അതായത് ഗ്രേഡ് 2 Year 1 അവരാണ് ഗ്രാഡ് നേഴ്സ്. അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു $34 ഒക്കെ തൊട്ടായിരിക്കും. അപ്പം അത് ഓരോ വർഷം തോറും ഒരു 2.5 pounds വെച്ച് ഡോളേഴ്സ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറി പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇങ്ങനെയാണ് ഒരു ഗ്രാഡ് നേഴ്സ് ഫസ്റ്റ് വരുന്നു. അവർ ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ സാലറി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് നമ്മുടെ സാലറി പോകുന്നത്. ഒരു Year 8 വരെ അങ്ങനെ പോകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാഡ് ചെയ്താൽ നമ്മുടെ സാലറി ഒരു $3 വെച്ച് കൂടും. ഇത് കൂടാതെ $3 വെച്ച് കൂടും. പിന്നെ ഒരു ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റായി, അതായത് നമ്മൾ പോസ്റ്റ് ഗ്രാഡൊക്കെ കഴിഞ്ഞ് കുറച്ച് എക്സ്പീരിയൻസ് നേഴ്സായി അവിടുത്തെ ഒരു സീനിയർ നേഴ്സായി കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും അപ്പോഴും നമ്മുടെ റേറ്റ് ഒരു $3 വെച്ച് പിന്നെയും കൂടും. ഇങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ സാലറി വേജസ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ കുറേ യൂണിയൻസ് ഉണ്ട്. അപ്പോൾ ANMF ആണ് ഇപ്പോൾ ഒരു സ്ട്രൈക്കിന് ഇറങ്ങിയിരിക്കുന്നത്, നമ്മുടെ വേജസ് കൂട്ടണം എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഓരോ യൂണിയൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാലറിയൊക്കെ കുറച്ചും കൂടി കൂടുമായിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത് പല സ്റ്റേറ്റിനും പല സാലറിയാണ്. ഇപ്പോൾ ഞാൻ വിക്ടോറിയയിലാണ്. എനിക്കിപ്പോൾ ക്യൂൻസ്ലാൻഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ക്യൂൻസ്ലാൻഡിൽ നമ്മുടെ വിക്ടോറിയനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാവും. അപ്പോൾ പല സ്റ്റേറ്റിനും പല സാലറി വേജസ് ആണ്. ഇപ്പോൾ എന്ത് ജോലി എടുത്താലും, ഇപ്പോൾ വേറെ ഏത് ജോലി എടുത്താലും അവിടുത്തെ സാലറി സ്കെയില് വ്യത്യാസം ഉണ്ടാവും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ ന്യൂ സൗത്ത് വെയിൽസിലാണ് വന്നതെങ്കിൽ അവിടുത്തെ ആൾക്ക് നമ്മുടെ വിക്ടോറിയനേക്കാളും സാലറി കൂടുതലുണ്ടാവും. പിന്നെയുള്ളത് ചിലപ്പം ഷിഫ്റ്റ് ടൈമിങ്. ഞാൻ UK വർക്ക് ചെയ്തത് ഇതിനു മുമ്പ്. പക്ഷേ നൈറ്റ് ഒഴികെ ബാക്കി എല്ലാത്തിനും സെയിം സാലറിയാണ്. പബ്ലിക് ഹോളിഡേയിൽ വേറെ സാലറിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈവനിങ് ഷിഫ്റ്റ് ഒരു 5 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൻ്റെ പേ തന്നെ ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈവനിങ് ഷിഫ്റ്റ് അലവൻസ് കിട്ടും. പിന്നെ നൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, നൈറ്റിന് സാലറി വ്യത്യാസം ഉണ്ടാവും. നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് കിട്ടും. പിന്നെയുള്ളത് പബ്ലിക് ഹോളിഡേ. അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. കാരണം നമുക്കിവിടെ പബ്ലിക് ഹോളിഡേ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് പബ്ലിക് ഹോളിഡേയുടെ നോർമൽ സാലറി കിട്ടും. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ സാലറി കിട്ടും. അതാണ് പക്ഷേ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നെയ്തൻ ഡേ കെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഡേ കെയറിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ ആണ് പോകേണ്ട ദിവസമെങ്കിൽ അവന് നമ്മൾ കാശ് കൊടുക്കണം, അവൻ്റെ അന്നത്തെ എമൗണ്ട് പേ ചെയ്യണം. പക്ഷേ അവർക്കന്ന് ഹോളിഡേ ആയിരിക്കും. അതേമാതിരി തന്നെ നമുക്കും നമ്മൾ പോയില്ലെങ്കിലും നമുക്ക് സാലറി കിട്ടും, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകും. അങ്ങനെയുണ്ട്. പിന്നെയുള്ളത്, നമ്മളിപ്പോൾ എല്ലാവരും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. കാരണം നമുക്ക് 8 hour ഷിഫ്റ്റാണ് പൊതുവേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഫാമിലി മാനേജ് ചെയ്യാൻ. അപ്പോൾ പൊതുവേ ചിലർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ സാലറി അതനുസരിച്ച് കുറയും. ക്യാഷ്വലായിട്ട് വർക്ക് ചെയ്യും.
അതായത് ബാങ്ക് പോലെയാണ് കാഷ്വൽ ഷിഫ്റ്റുകൾ. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കുക, അങ്ങനെ വർക്ക് ചെയ്യാം. അങ്ങനെ കാഷ്വലായിട്ടും ഹോസ്പിറ്റലുകൾ ആൾക്കാരെ എടുക്കും. നമ്മുടെ ഈ ബാങ്ക്, എനിക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് ബാങ്ക് ഷിഫ്റ്റുകൾ നമ്മൾ UK എടുക്കുന്ന പോലെയാണ് ഇവിടെ കാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്നത്. പാർട്ട് ടൈം, ക്യാഷിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാലറിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ഇപ്പോൾ തിയേറ്ററിലൊക്കെ ചിലപ്പോൾ നൈറ്റ് പ്രൊസീജിയർ ഇല്ല, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേ വീക്കെൻഡ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ നമുക്ക് വീക്കെൻഡ് സാലറി കിട്ടില്ലല്ലോ, വീക്കെൻഡിലെ പേ കിട്ടില്ലല്ലോ. വീക്കെൻഡിൽ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചും കൂടി സാലറി കൂടുതലായിരിക്കും. പക്ഷേ പിന്നെ ഡയാലിസിസ് അതിനകത്തൊന്നും നമുക്ക് നൈറ്റ് ഇല്ല, അവർക്ക് മിഡ് നൈറ്റ് ഷിഫ്റ്റുകൾ വരെയുള്ളൂ, പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അപ്പം പിന്നെ വീക്കെൻഡ് കുറവാണ്, സൺഡേ എന്തായാലും ഇല്ല, സാറ്റർഡേ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാലറി തന്നെ ബാധിക്കും. ഇങ്ങനെയാണ് പൊതുവേ കാര്യങ്ങളുള്ളത്. ഒന്ന് നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിന് അതൊരു ഘടകമാണ് നമ്മുടെ പേനെ ബാധിക്കുന്നത്. പിന്നെ നമ്മൾ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ വർക്ക് ചെയ്യുന്നത്, അത് നമ്മുടെ സാലറിനെ ബാധിക്കും. പിന്നെ നമ്മൾ ഷിഫ്റ്റ് എടുക്കുന്നത്, ഇപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് ആണോ ഒരാൾ കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് സാലറി കൂടുതലായിരിക്കും മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളെക്കാളും. പിന്നെ നമ്മുടെ പൊസിഷൻ, നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ വർഷം നമ്മുടെ സാലറി കൂടിക്കൊണ്ടിരിക്കും. അതൊരു ഇയർ 8 വരെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് സാലറിയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോസ്റ്റ് ഗ്രാഡോ അല്ലെങ്കിൽ ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാലറി കൂടും. നമുക്ക് ഇനി ഞാൻ പറഞ്ഞു ഓൾറെഡി പേ സ്ലിപ്പിൻ്റെ കാര്യം, പേ എങ്ങനെയാണ് കൂടുന്നതെന്ന്. പക്ഷേ ഞാനൊരു ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടി ഞാനൊരു ഇയർ 1 ഗ്രേഡ് 2ൻ്റെ സാലറി എത്രയാണെന്ന് പറയാം. രജിസ്റ്റേർഡ് നേഴ്സ് ഗ്രേഡ് 2 ഇയർ 1, അതാണ് ഗ്രാഡ് നേഴ്സ്. അവരുടെ സാലറി വരുന്നത് $1298.60 ആണ് പെർ വീക്ക്. ഇത് ടാക്സ് ഒന്നും കട്ട് ചെയ്യാണ്ടാണ് അത്രയും കാശ് വരുന്നത്. ഇത് 2022 ANMFൻ്റെ സൈറ്റിലുള്ള വേജസ് ആണ്. അപ്പോൾ ഇവർക്ക് ഓരോ വർഷം കൂടുന്തോറും ഒരു $2, $2.5 വെച്ച് കൂടും. ഞാനിത് നമ്മുടെ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാനൊരു സ്ലൈഡായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് കമ്പയർ ചെയ്യാം. ഞാൻ വെറുതെ ഇങ്ങനെ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മുടെ മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന്. അതേമാതിരി നമ്മളും എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും സാലറി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷെ കുറച്ച് ഇയർ 8 കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കട്ട് ഓഫ് ആകും. പക്ഷേ ഇങ്ങനെ ANMF അങ്ങനെ ഓരോ യൂണിയനുകൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് നമ്മുടെ സാലറി കൂട്ടാൻ. കാരണം നമ്മൾ ഒരു കാര്യം ഓർക്കുന്നില്ല, ഇവിടെ സാലറി ഉണ്ട്, സമ്മതിച്ചു, UK അയർലൻഡൊക്കെ അപേക്ഷിച്ച് ഇവിടെ സാലറി ഉണ്ട്. പക്ഷേ ഇവിടെ എക്സ്പെൻസസും അതനുസരിച്ചുണ്ടെന്നുള്ള കാര്യം നമ്മളിടയ്ക്ക് മറന്നു പോകും. അപ്പോൾ നമുക്കിവിടെ ജീവിക്കണമെങ്കിലും കുറച്ച് സാലറി കൂടുതൽ വേണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിനി പേ സ്ലിപ്പ് എങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്ത് ഓരോ ഘടകങ്ങൾ അതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഇതിനകത്ത് നമ്മുടെ ഓർഡിനറി, അതായത് നമ്മൾ വർക്ക് ചെയ്ത നോർമൽ ഷിഫ്റ്റിന് എത്രയാണ് പേ, അത് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇത്ര അവേഴ്സ് എത്രയാണ് വർക്ക് ചെയ്തതെന്ന് അതും കൂടി അതിനകത്തുണ്ടാവും. നമുക്കത് യൂഷ്വലി ഇമെയിലായിട്ട് PDF ആയിട്ടാണ് വരുന്നത്. നമുക്ക് UK ഞങ്ങൾക്കൊരു എൻവലപ്പായിട്ട് കിട്ടുമായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് ഇമെയിലായിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ സിക്ക് ലീവ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേ എത്രയാണെന്നും കൂടി അവർ മെൻഷൻ ചെയ്യും. പിന്നെ ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാഡിന് പഠിക്കുന്ന കാരണം എനിക്ക് എല്ലാ ബുധനാഴ്ചകളിലും ഒരു 3.5 hours വെച്ച് അവർ ഇങ്ങോട്ട് പേ ചെയ്യും. ഒരു ടേഴ്സറി ലീവ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എമൗണ്ട് അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് നമുക്ക് പേ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ അലവൻസ് എത്രയാണെന്ന് അവർ എഴുതും. പിന്നെ ഇവിടെ യൂണിഫോമിനും ലോണ്ട്രിക്കും കൂടി ഒരു എമൗണ്ട്, ഏകദേശം ഒരു $20-24 ഒരു മാസം, അത്രയേ ഉള്ളൂ. അത്രയും അലവൻസ് നമുക്ക് തരും. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അവർ ടാക്സും കൂടി കട്ട് ചെയ്യും. ടാക്സ് പലർക്കും പല രീതിക്കായിരിക്കും കട്ട് ചെയ്യണേ. കാരണം അവരുടെ ഒരു ഇത്ര എമൗണ്ട് കഴിയുമ്പോൾ ഒരു കട്ട് ഓഫ് ഉണ്ട്. അതിൽ കൂടുതൽ എമൗണ്ട് നമുക്കുണ്ടെങ്കിൽ അവർ കൂടുതൽ ടാക്സ് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇത്ര ശതമാനം, 30% ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അത്ര അറിഞ്ഞുകൂടാ. നമുക്ക് ഓസ്ട്രേലിയയുടെ ഗവൺമെൻറ് ടാക്സിൻ്റെ എന്തെങ്കിലും സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ടാക്സ് എല്ലാവർക്കും വ്യത്യാസമുണ്ട്. നമ്മുടെ സാലറീനെ നോക്കിയിട്ടാണ് അവർ ടാക്സ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിത് പണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ സാലറി മാക്സിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇവർ ടാക്സ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു സം എമൗണ്ട് അവർ മാറ്റും.
എന്നിട്ട് അവർ നമുക്ക് പിറ്റത്തെ ദിവസം നമ്മുടെ സാലറി കിട്ടുന്നതിൻ്റെ പിറ്റത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് നമുക്ക് ഒന്ന് റെൻറ്റിനാണ് പൊതുവേ ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോസറി സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്കതിനകത്ത് നിന്ന് ഉപയോഗിക്കാം. വീടിൻ്റെ മോർട്ട്ഗേജിന് വേണ്ടി അത് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ സാലറി അനുസരിച്ച് ഒരു 9,000 അത്ര അളവിൽ നമുക്കത് കിട്ടത്തുള്ളൂ ഡോളേഴ്സ് ആയിട്ട്. അപ്പോൾ ഓരോ മാസം ഇത്ര എമൗണ്ട്, ഓരോ മാസമല്ല, ഫോർട്ട്നൈറ്റിൽ നമുക്കൊരു സം എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ചിലപ്പോൾ ഒരു 500 ആയിരിക്കും, അത് ഡിപ്പെൻസ് ചെയ്യും എല്ലാവരെയും. അപ്പം അതിനകത്തുനിന്ന് അവർ ടാക്സ് എടുക്കുന്നതിന് മുമ്പുള്ള കാശാണ്, അത് നമുക്ക് കിട്ടും ഫുള്ളായിട്ട്. പക്ഷെ അവരൊരു സർവീസ് ചാർജ് അതിനകത്തുനിന്ന് പിടിക്കും, ഒരു $24 അവർ അങ്ങോട്ടേക്ക് സർവീസ് ചാർജായിട്ട് പിടിക്കും. ഞാൻ ചേർന്നിരിക്കുന്നത് മാക്സിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയണമല്ലോ, നമുക്ക് പെൻഷൻ വേണമല്ലോ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ചേർന്നിരിക്കുന്നത് ഹെസ്റ്റ എന്ന് പറഞ്ഞുള്ള സൂപ്പർ ആനുവേഷനിലാണ്. അപ്പോൾ നമ്മുടെ പെൻഷൻ എമൗണ്ടും കൂടി അവർ കട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഡിവൈഡ് ചെയ്ത് കട്ടിങ് ഉള്ളത്. പിന്നെ പേ സ്ലിപ്പിൽ തന്നെ നമ്മൾ എത്ര സിക്ക് ലീവ് എടുത്തിട്ടുണ്ട്, എത്ര സിക്ക് ലീവ് നമുക്കുണ്ട്, എത്ര ആനുവൽ ലീവ് ഉണ്ട്, അങ്ങനെ എല്ലാം സ്പെസിഫൈ ചെയ്യും. പിന്നെ എത്ര അവേഴ്സാണ് നമ്മൾ വർക്ക് ചെയ്തത് എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയാണ് പൊതുവേ പേ സ്ലിപ്പ് ഉള്ളത്. ഒരുവിധം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കട്ട് ചെയ്യണതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് 186 വിസ കിട്ടി റീജിയണൽ ഏരിയയിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഒന്നാമത് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുക, അവർ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിങ് അല്ലെങ്കിൽ കോളേജ് കുറച്ച് ദൂരത്തായിരിക്കും. അതായത് ഇവിടെ പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പം നമുക്കിഷ്ടപ്പെട്ട ഏരിയയിൽ പഠിക്കണമെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് നമ്മൾ മലയാളികളാണ്, നമുക്ക് കുറച്ച് നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് ട്രാവൽ ചെയ്ത് നമ്മളിതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയേണ്ടത്, ഞങ്ങൾ ഒരു നല്ല സ്ഥലം എല്ലാം എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല സ്ഥലം എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ്. പക്ഷേ അവർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല. ഇൻ കേസ് ഓഫ് എമർജൻസി അവർ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. ചിലപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല, പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ട്. കുറേ ആൾക്കാർ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഹോസ്പിറ്റലിൽ വരുന്നവരുണ്ട്. ജോലിക്കല്ല, മീൻസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ അത്രയും നിയർ ബൈ ഇല്ല. ചില ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഹോസ്പിറ്റലിൻ്റെ നല്ല വലിയ ഹോസ്പിറ്റലൊക്കെ വേണമെങ്കിൽ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ വരുന്ന റീജിയൻ ഏരിയയിൽ ഹോസ്പിറ്റലുണ്ടോ, നല്ല സ്കൂളുകളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഓർക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ കമൻറ്റിൽ കുറേ കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതുന്നു. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.